ലോക പോലീസ് എന്ന് സ്വയം അവകാശപ്പെട്ട എല്ലാവരെയും വിരട്ടി നിർത്തിയിരിക്കുന്ന അമേരിക്ക എന്ന വമ്പനെ നേരിടാൻ ലോകത്തെ രണ്ട് പ്രബല രാജ്യങ്ങൾ കൈകോർക്കുകയാണ്. അതെ, സാക്ഷാൽ വ്ളാദിമിർ പുടിന്റെ റഷ്യയും അമേരിക്കയുടെ ബദ്ധശത്രുവായ ഇറാനും വാഷിംഗ്ടണിനെതിരെ ഒന്നിക്കുകയാണ്. കാലങ്ങളായി സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി റഷ്യയും ഇറാനെയും ഒറ്റപ്പെടുത്തി തകർക്കാനാണ് അമേരിക്കയും സഖ്യകക്ഷികളും ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പാശ്ചാത്യ അഹങ്കാരത്തിന് മുഖത്തേറ്റ വലിയൊരു പ്രഹരമാണ് പുതിയ റഷ്യ ഇറാൻ സഖ്യം. സാമ്പത്തികമായും സൈനികമായും അമേരിക്കയെ നേരിടാൻ ഇരു രാജ്യങ്ങളും അതിശക്തമായ നയതന്ത്ര സൈനിക കരാറുകളിലാണ് എത്തി നിൽക്കുന്നത്. ഉപരോധങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് എണ്ണ വ്യാപാരം ശക്തമാക്കാനും അമേരിക്കൻ ഡോളറിനെ ഒഴിവാക്കി സ്വന്തം നാണയങ്ങളിൽ ഇടപാടുകൾ നടത്താനും ഇവർ തീരുമാനിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ അമേരിക്കയുടെ സാമ്പത്തിക ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഈ രണ്ട് നേതാക്കളും ഇപ്പോൾ തയ്യാറല്ല എന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അവർ ലോകത്തിനോട് വിളിച്ചു പറയുകയാണ്. ഈ പുതിയ ഭൗമരാഷ്ട്രീയ സഖ്യത്തിന്റെ കരുത്ത് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും നേരിട്ട് കണ്ടത് ഐക്യരാഷ്ട്രസഭയിലാണ്. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് വെച്ച് നടന്ന പ്രസ് ബ്രീഫിംഗിൽ റഷ്യയുടെ സ്ഥിരം പ്രതിനിധിയായ വസീലി നെബൻസിയ അമേരിക്കക്കെതിരെ ആഞ്ഞടിക്കുകയും ഇറാനു വേണ്ടി ശക്തമായി വാദിക്കുകയും ചെയ്തു. പശ്ചിമേഷ്യയിലെ നിലവിലെ പ്രശ്നങ്ങൾ കാരണം ഇറാനല്ല, മറിച്ച് അമേരിക്കയുടെ പ്രകോപനമില്ലാതെയുള്ള ആക്രമണങ്ങളും കരാർ ലംഘനങ്ങളുമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഇറാന്റെ മേൽ ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ചെലുത്താൻ തങ്ങളില്ലെന്നും അവർക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള പരമാധികാര രാഷ്ട്രമാണെന്നും റഷ്യൻ പ്രതിനിധി UN വെച്ച് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചു. അമേരിക്ക കേന്ദ്രീകൃതമായ ഏകധ്രുവ ലോകക്രമത്തിനെ തകർത്ത് ഒരു ബഹുധ്രുവ ലോകക്രമത്തിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് വ്ളാദിമിർ പുടിന്റെ എക്കാലത്തെയും വലിയ ലക്ഷ്യം. പശ്ചിമേഷ്യയിലായാലും കിഴക്കൻ യൂറോപ്പിലായാലും അമേരിക്കയുടെ സൈനിക നീക്കങ്ങളെ പ്രതിരോധിക്കാൻ റഷ്യയും ഇറാനും പരസ്പരം രഹസ്യാന്വേഷണ വിവരങ്ങളും അത്യാധുനിക ആയുധങ്ങളും ഒക്കെ കൈമാറുന്ന തലത്തിലേക്ക് ഈ സഖ്യം വളർന്നു കഴിഞ്ഞു. അമേരിക്കയുടെ എതിർപ്പുള്ള മറ്റു രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഒരു വലിയ ആന്റി അമേരിക്കൻ ആക്സിസ് രൂപീകരിക്കാനാണ് ഇവരുടെ നീക്കം. ചുരുക്കത്തിൽ ഉപരോധങ്ങൾ കൊണ്ട് ലോകത്തെ വരുതിയിലാക്കാം എന്ന വാഷിംഗ്ടണിന്റെ പയറ്റിത്തെളിഞ്ഞ തന്ത്രത്തിനെ പരാജയപ്പെടുത്താൻ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുകയാണ് അമേരിക്കയും പാശ്ചാത്യ ലോകവും കൂടി ഔട്ട്കാസ്റ്റുകളായി മുദ്രകുത്തിയ റഷ്യയും ഇറാനും. ഈ രണ്ട് രാജ്യങ്ങൾ നേതൃത്വം നൽകുന്ന ഈ പുതിയ സഖ്യം അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും സൃഷ്ടിക്കാൻ പോകുന്ന തലവേദന ചില്ലറയല്ല. ലോകത്തെ വർപ്പിച്ച വമ്പനെ താഴെയിറക്കാൻ തന്ത്രശാലികളായ രണ്ട് നേതാക്കൾ ഒന്നിച്ചിറങ്ങിയതോടെ പാശ്ചാത്യ മേധാവിത്വത്തിനും ഉള്ളിൽ ഭയം തട്ടിത്തുടങ്ങി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ബഹുദ്രുവ ലോകക്രമം എക്കാലത്തും ഗുണകരവുമാണ്. ന്യൂസ് ഡെസ്ക്